തിരക്കിനിടയിൽ ക്ഷേത്രത്തിൽ അർപ്പിക്കുവാൻ വേണ്ടി കുറച്ച് പൂക്കൾ വാങ്ങുന്നതിൻ്റെ ഭാഗമായി വാഹനം ഒരു വഴിയരികിൽ നിർത്തിയിട്ടപ്പോൾ എല്ലാ മുതിർന്ന അംഗങ്ങൾക്കുമൊപ്പം മുകുന്ദനും ചാടിയിറങ്ങവേ മണിക്കൂറുകളുടെ മടുപ്പും ക്ഷീണവും ഭീതിയുമെല്ലാം അവനിൽ നിന്ന് മെല്ലെ ബാഷ്പമായി കൊണ്ടിരുന്നു. അച്ഛനും വല്യച്ഛനും വിലയുടെ കാര്യം പറഞ്ഞ് പൂക്കാരനുമായി തർക്കമായി. തെങ്ങിൻ പൂ ഒരെണ്ണത്തിൻ്റെ വില 350 രൂപയത്ര. 400-ൻ്റെ സാധനമാണ് 50 രൂപ കുറച്ച് തരുന്നത്. വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഞങ്ങളുടെ വീട്ടിലും തെങ്ങുള്ളതാണ്. കയറിപ്പറിക്കാൻ അറിഞ്ഞുകൊണ്ടാത്തതുകൊണ്ടൊന്നുമല്ല. എങ്കിൽ പോയി കയറിപ്പറിച്ചിട്ട് വന്നാൽ മതി. നീ കൂടുതൽ ഒച്ചയൊന്നും. പൂക്കാരന് നേരെ ചാടിക്കയറിയ വല്യച്ഛനെ അച്ഛൻ തടഞ്ഞു നിർത്തി. വേണ്ട വേണ്ട, വേറെ കടയിൽ നോക്കാം. പുറകിൽ നിന്ന് സ്ത്രീകളും ഒച്ചയുണ്ടാക്കുകയെ അവർക്കൊപ്പം മുകുന്ദനും ഭയന്നുപോയി. ദീർഘമായ യാത്രയുടെ ബാക്കി വീണ്ടും തുടർന്നു. തർക്കങ്ങൾക്കിടയിൽ തനിക്ക് പലഹാരം വാങ്ങിച്ചു തരാമെന്ന് മുതിർന്നവർ നൽകിയ വാഗ്ദാനം അവർ മറന്നു കഴിഞ്ഞിരുന്നു എന്നത് മുകുന്ദൻ കുണ്ഠിതത്തോടെ ഓർത്തു. പിന്നെയും വണ്ടി നിർത്തി മറ്റൊരു പീടികയ്ക്ക് മുന്നിൽ കാലുകൾ പുറത്തിടവേ മുകുന്ദന് വീണ്ടും ഒരാശ്വാസം തോന്നി. ഒറ്റ വില 400. ക്ഷേത്രത്തിനോട് കുറച്ച് അടുത്ത് കിടന്ന പീടികയായിരുന്നത് കൊണ്ടാവാം. 400? മുതിർന്നവർ പരസ്പരം നോക്കി. എന്നാൽ ഇതിനിടയിൽ നേരത്തേതുപോലെ മുകുന്ദന് പലഹാരം വാങ്ങിക്കൊടുക്കാൻ മുതിർന്നവർ മറന്നുപോയിരുന്നില്ല. അയ്യാ രാസ! ആ ശബ്ദം കേട്ടാണ് മുകുന്ദൻ തിരിഞ്ഞു നോക്കിയത്. ഒരമ്മുമ്മ. മുഖത്ത് ചിരിയുണ്ട്. തനിക്ക് നേരെ കൈനീട്ടിയാണ് നിൽപ്പ്. എന്തിനായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു നിൽക്കെ അരികിൽ നിന്ന് മറ്റൊരു ശബ്ദം വന്നു. ഏമ പോമാങ്കെട്ട് യാർക്കിട്ട പിച്ച കേൾക്കണതെന്ന് ഒരു വ്യവസ്ഥ ഇല്ലയാ. ചിന്ന പിള്ളേറ്റയാ കേൾക്കത്. അന്തപക്കം പോമാ. തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ചായക്കടക്കാരൻ്റെ ശാസനം കേട്ട് ആ അമ്മുമ്മ നടന്നു നീങ്ങവേ അകാരണമായി മുകുന്ദനിൽ ഒരു വ്യസനം തോന്നി. എനിക്ക് മതി, ഇത് വേണ്ട. മനസ്സിലുണ്ടായ അസ്വസ്ഥതയെ പുറത്ത് കാണിക്കുവാൻ അവന് വേറെ മാർഗമില്ലായിരുന്നു. അവൻ പലഹാരം താഴെ വെച്ചു. വേണ്ടെങ്കിൽ കള. അത്രയും പറഞ്ഞ ശേഷം വല്യച്ഛൻ വാഹനത്തിൽ കയറവേ മുകുന്ദനും മിഴിച്ചു തന്നു. ഇനി ഒറ്റ സാധനം വാങ്ങിത്തരത്തില്ലല്ലോ. അമ്മ പുറകിൽ നിന്ന് ഒരു ഭീഷണിയും കൂടി എടുത്തിട്ടു. പോട്ട് വിട്, അത് കളഞ്ഞിട്ട് കയറ് മക്കളെ, അമ്മുമ്മ സാന്ത്വനിപ്പിച്ചു. വഴിയരികിൽ നിന്ന ഒരു ശുനകന് അത് സസന്തോഷം സമ്മാനിച്ച ശേഷം മുകുന്ദൻ വീണ്ടും വാഹനത്തിൽ കയറിയിരുന്നു. വാഹനം വീണ്ടും മുകുന്ദനെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് നേരത്തേതുപോലെ തന്നെ അതിവേഗത്തിൽ പാഞ്ഞു. ക്ഷേത്രനട എത്തുന്നതുവരെ അച്ഛനും വല്യച്ഛനും ആ പ്രദേശത്തെ എല്ലാ പൂ വിൽപ്പനക്കാരന്മാരെയും തെറി വിളിക്കുകയായിരുന്നു. നമ്മുടെ കൂടെ ഒരു കുഞ്ഞുണ്ടെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അച്ഛനോടും വല്യച്ഛനോടും എന്ന പോലെ അമ്മുമ്മ ആ താക്കീത് നൽകവേ അവരിരുവരും അതിന് വില നൽകാത്ത പോലെ തെറിവിളി തുടർന്നു. നടയിൽ കാൽ കുത്തിയതും കയ്യിലൊരു ഒരു കൂടും പിടിച്ച് ഒരാൾ അവർക്ക് നേരെ പാഞ്ഞെത്തി. ഉള്ളിലൊരു തത്തമ്മയുണ്ടായിരുന്നു. കുന്നൻ അതിനെ കൗതുകത്തോടെ നോക്കിയിരുന്നു. അയ്യാ, കിളി ജോസ്യം പാക്കറേങ്ങളാ. അയാളുടെ ചോദ്യം ശ്രദ്ധിക്കാത്ത പോലെ എല്ലാവരും നടത്തം തുടർന്നു. കിളി ജോഷ്യം നോക്കുന്നു. വാഹനത്തിലെ സംഖ്യാപലക വായിച്ച ശേഷം ഒരു തർജ്ജമാ ശ്രമത്തോടെ അയാൾ അപേക്ഷ ആവർത്തിക്കവേ അതിനോട് പ്രതികരിക്കാതെ നടന്ന മുതിർന്നവരെ അനുകരിച്ച് മുകുന്ദനും പിന്നാലെ കൂടി. അങ്ങനെ നടന്നു നീങ്ങുക മറ്റൊരു സ്ത്രീ കയ്യിലൊരു ചൂരലുമായി പാഞ്ഞെത്തി. തന്നെ തല്ലാനാനോ എന്ന ചിന്തയോടെ നെഞ്ചിടിപ്പോടെ അത് നോക്കി നിൽക്കുകയായിരുന്നു മുകുന്ദൻ. അയ്യ, കൈ ജോസ്യം പാക്കറേങ്ങളാ അയ്യ. അമ്മ, കൈ ജോസ്യം പാക്കറേങ്ങളാ അമ്മ. അനുവാദം കൂടാതെ ഉള്ളിലേക്ക് കയറിയ ആ സ്ത്രീയുടെ പതിഞ്ഞ സ്വനം അകാരണമായി വീണ്ടും അവനിൽ
ചില ചലനങ്ങൾ ഉളവാക്കി. ഇതാണ് ഞാൻ ഇവിടോട്ടൊക്കെ വരാത്തത്. പുരുഷന്മാരിൽ ഒരാൾ അസ്വസ്ഥത അറിയിച്ചുകൊണ്ട് മുമ്പോട്ട് നടങ്ങവേ മറ്റുള്ളവരും നിശബ്ദം പിന്നാലെ നടന്നു. പിള്ളമുഖത്തിൽ 6 കലയും തരുതമ്മ, കൈരേഖ പാരുങ്കോ. ആ സ്ത്രീ വിടുന്ന ലക്ഷണമില്ല. എന്നാൽ ആ വാചകം കേട്ട് മൂന്നലിൽ ഉളവായത് ഒരു ആകാംക്ഷയായിരുന്നു. അതെന്താ തൻ്റെ മുഖത്ത് കാണുന്ന 6 ലക്ഷണങ്ങൾ? നേരെ നോക്കി നടക്കുക. പുറകിൽ നിന്ന് അമ്മയുടെ ശാസനം വരവെ അവൻ തിടുക്കത്തിൽ മുന്നിലേക്ക് നടന്നു. അമ്മ കാപ്പി കുടിക്കുക, ഏതാവത് കുടുങ്കമ്മ. ഒടുവിൽ പുറകിൽ കൂടിയ സ്ത്രീ യാഥാർത്ഥ്യം പറഞ്ഞ് യാചിച്ചു. അതിനോടും പ്രതികരിക്കാതെ മുമ്പോട്ട് ഒന്നും കേൾക്കാത്ത പോലെ മുമ്പോട്ട് നടക്കുന്ന മുതിർന്നവർക്ക് ഒപ്പം മൂന്നനും തിടുക്കത്തിൽ ഓടി. വിയർപ്പിൽ കുതിർന്ന ശരീരങ്ങളുടെ ഗന്ധം നിറഞ്ഞൊഴുകിയിരുന്ന ആ കൊച്ചു മുറിക്കുള്ളിൽ ദീപാരാധനയ്ക്കായി കാത്തു നിന്നപ്പോൾ ഉയരം കുറഞ്ഞ മൂന്നിന് ഏറെ ക്ഷീണവും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടു. മണിയടികൾ തുടങ്ങിയതും എല്ലാവരും നിരയുടെ മധ്യത്തിലേക്ക് ചാഞ്ഞു. എന്തോ ആദ്യമായി ദൈവത്തെ കാണുന്ന പോലെ. ഒരു നാമം പോലും ചൊല്ലാനറിയാതെ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ നിന്ന മൂന്നിന് മുന്നിൽ നിന്ന് ചില അപരിചിതന്മാരുടെ കുറുക്ക് മാത്രം കാണാമായിരുന്നു. തൊഴുതോടാ പുറത്തെത്തിയതും അമ്മുമ്മ ആരാഞ്ഞു. അവനൊരു കള്ളം മൂളി. പ്രസാദമായി കിട്ടിയ പഴം കയ്യിൽ പിടിക്കേണ്ട ചുമതല മൂന്നിനായിരുന്നു. അങ്ങനെ നടന്നു നീങ്ങവേ എത്തി കുറച്ച് കുരങ്ങന്മാർ. വളരെ ഉയരത്തിലായ മരച്ചില്ലകളിൽ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന രീതിയിൽ അവന്മാർ നിർഭയം ചാടിയിറങ്ങവേ ആ കാഴ്ച മൂന്നിലെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചു. അവന് നേരെ പാഞ്ഞെത്തിയ സംഘത്തിലൊരുത്തൻ മനുഷ്യരെ പോലെ തന്നെ കൈനീട്ടവേ ആശ്ചര്യഭാവത്തിൽ അവൻ്റെ നയനങ്ങൾ വിടർന്നു. കുടുപ്പാ തമ്പി. പുറകിൽ നിന്നുണ്ടായ ആ ആജ്ഞ കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കാവി ധരിച്ച ഏതോ ഒരു അപ്പൂപ്പൻ പല്ല് കാട്ടിച്ചിരിക്കും. കുടുപ്പ. അപ്പൂപ്പൻ ആജ്ഞ ആവർത്തിച്ചപ്പോൾ അനുവാദം കൂടാതെ തന്നെ അവൻ്റെ കരങ്ങൾ യാന്ത്രികമായി ആ പഴങ്ങളെ എടുത്ത് കുരങ്ങന്മാർക്കെന്ന പോലെ നീട്ടവേ ആനര സംഘം പാഞ്ഞെത്തി അത് പിടിച്ചു പറിച്ചു. അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആ ആജ്ഞ കൽപ്പിച്ച അപ്പൂപ്പൻ തന്നെ അവന്മാരെ തുരത്തിയ ശേഷം അതിൽ നിന്ന് വലിയൊരു പങ്ക് അയാളും കൈക്കലാക്കവേ താൻ എളിഭ്യനായി പോയതായി മൂന്നന് തോന്നി. ആരോട് ചോദിച്ചാടാ ആ പഴങ്ങളെടുത്ത് കുരങ്ങന്മാർക്ക് കൊടുത്തത്? പ്രസാദമല്ലായിരുന്നോടാ അത്? അച്ഛൻ ശാസിക്കവേ മൂന്നൻ ഉത്തരമൊന്നുമില്ലാതെ കണ്ണു ചിമ്മി നിന്നു. പോട്ട് വീട്, കൊച്ചല്ലേ. വീണ്ടും സാന്ത്വനത്തിനായി എത്തിയത് അമ്മുമ്മ തന്നെയായിരുന്നു. തിരിച്ചുള്ള യാത്രയിലും വണ്ടി നെഞ്ചിടിപ്പ് കൂട്ടുമ്പോഴും അമിത വേഗത്തിൽ തന്നെയായിരുന്നു. മുന്നിലിരുന്ന മൂന്നിന് വലിയ നെഞ്ചിടിപ്പായിരുന്നു. എങ്ങനെയെങ്കിലും സുരക്ഷിതമായി ചെന്നെത്തിയാൽ മതിയായിരുന്നു. നമ്മൾ ചെന്നെത്തും മുമ്പ് ഫസ്റ്റ് ഇന്നിങ്സ് തീരുമോ? വല്യച്ഛനോടെന്ന പോലെ അച്ഛൻ ഭയം അറിയിച്ചു. 10 ഓവറെങ്കിലും മിസ്സാവും, വല്യച്ഛനും കൂട്ടിച്ചേർത്തു. അതിവേഗത്തിൽ പാഞ്ഞ വണ്ടിക്ക് നേരെ വഴിയരികിൽ നിന്ന ഒരു ശുനകൻ എടുത്തു ചാടവേ വല്യച്ഛൻ ദിശ വെട്ടിച്ച വാഹനം നേരെ ചെന്ന് പാഞ്ഞു കയറിയത് വഴിയോരത്ത് പൂ വിൽക്കുന്ന ഒരു പീട്ടികയിലേക്ക് തന്നെയായിരുന്നു. പുറകിലിരുന്ന സ്ത്രീകൾ അലറി. എല്ലാവർക്കും ഒപ്പം പുറത്തിറങ്ങിയ മൂന്തൻ നേരെ പാഞ്ഞത് നിരത്തിലേക്ക് തന്നെയായിരുന്നു. എടുത്തു ചാടി ആ ശുനകൻ രക്ഷപ്പെട്ടോ എന്നതായിരുന്നു അവൻ്റെ വേവലാതി. അന്യഭാഷാ തെറികളുടെ മധ്യത്തിലൂടെ നിശ്ചലം അവ കേട്ടുനിന്ന് മുതിർന്നവരെ അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. കാലം വന്നാ പോക വേണ്ടിയതാൻ പിള്ളയെ, മാട്ടേന്ന് ചൊല്ല മുടിയാതെ. ആ വാചകം കേട്ട് മൂന്നൻ തിരിഞ്ഞു നോക്കവേ രാവിലെ തനിക്ക് നേരെ കൈനീട്ടിയ ആ അമ്മുമ്മ തന്നെയായിരുന്നു അത് പറഞ്ഞത് എന്നവന് മനസ്സിലായി. പറഞ്ഞതിൻ്റെ പൊരുൾ അവ്യക്തമായി മനസ്സിലായെങ്കിലും ആ സ്വനഭേദങ്ങളിലെ വികാരം
ഉൾവാങ്ങുവാൻ മൂന്നൻ്റെ ഹൃദയത്തിന് സാധിച്ചു. ആ ശുനകനോട് അവന് അനുതാപം തോന്നി. അവൻ്റെ നയനങ്ങൾ വീണ്ടും ആ വിജനമായ നിരത്തിലേക്ക് തന്നെ പതിച്ചു നിന്നു. എന്താ ഇതാ വാങ്ങിക്കോ, കോവിൽ പ്രസാദം പിള്ളേ. ആ അമ്മുമ്മ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു മുറി തേങ്ങയും ഒരു പഴവും എടുത്ത് അവന് നേരെ നീട്ടവേ വീണ്ടും അവൻ്റെ അനുവാദം കൂടാതെ തന്നെ യാന്ത്രികമായി അത് സ്വീകരിച്ചു. രാവിലെ അച്ഛനും വല്യച്ഛനും തർക്കിച്ചു പിരിഞ്ഞ പീടികയിലേക്ക് തന്നെയായിരുന്നു അവരുടെ വാഹനം ഇടിച്ചു കയറിയത് എന്ന കാര്യം ഏറ്റവും ഒടുവിലാണ് മുകുന്ദൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കാശ് കൊടുത്ത് കലഹം ഒത്തുതീർപ്പാക്കിയ ശേഷം വീണ്ടും വാഹനത്തിനുള്ളിൽ കയറിയ മുതിർന്നവരെ മുകുന്ദനും അനുകരിച്ച്. ഇക്കുറി വല്യച്ഛന് പകരം അച്ഛനാണ് വാഹനം ഓടിച്ചത്. എങ്കിലും വേഗതയ്ക്കൊരു കുറവുമില്ലായിരുന്നു. മുകുന്ദൻ പതിവ് പോലെ നെഞ്ചിടിപ്പോടെ കാഴ്ചകൾ കണ്ടിരുന്നു. എന്താടാ അത് നിൻ്റെ കയ്യിൽ? യാദൃച്ഛികമായി അത് കണ്ണിൽപ്പെട്ട പോലെ അച്ഛൻ ആരാഞ്ഞു. എന്തോന്ന്? കോവിൽ പ്രസാദം, അവൻ ഉത്തരം നൽകി. അതേതാടാ ഞങ്ങളറിയാത്ത കോവിൽ പ്രസാദം? എടുത്ത് ദൂരെ കളാടാ, ആര് തന്നു നിനക്ക്? അച്ഛൻ്റെ ശബ്ദമുയർന്നു. അയ്യേ അഴുക്ക്, പുറത്തിടും മക്കളെ. അമ്മയും പുറകിൽ നിന്ന് ഒരാജ്ഞയെടുത്തു. പിന്നെയും യാന്ത്രികമായി അനുവാദം കൂടാതെ തന്നെ അവൻ്റെ കൈകൾ ആ ആജ്ഞ അനുസരിച്ച് അവൻ്റെ കയ്യിലെ അമ്മുമ്മ നൽകിയ പഴവും ഒരു മുറി തേങ്ങയും എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. വാഹനം പാഞ്ഞു. വാഹനത്തിൻ്റെ ജാലകത്തിലെ കണ്ണാടി ചില്ല് മുകളിലേക്ക് ഉയർന്നു. ഉള്ളിലെ യന്ത്രത്തിൽ നിന്ന് കൃത്രിമ കുളിർക്കാറ്റ് യാത്രക്കാരുടെ മുഖത്ത് അടിച്ചുകൊണ്ടേയിരുന്നു.